ഞാൻ ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പൊ ചിക്കൻ ബിരിയാണിക്ക് 170 രൂപയുടെ റേറ്റ് വരുന്നത് കണ്ടില്ലേ, ഇതാണ് ചിക്കൻ ബിരിയാണി. അപ്പൊ എനിക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയൊരു പീസാണ് കേട്ടോ, കണ്ടില്ലേ, ഈ ഒരു പീസാണ് ചിക്കൻ ബിരിയാണി ഫ്രൈ ആയിട്ട് കിട്ടിയത്. പിന്നെ നമ്മൾ 170 കൊടുക്കുന്ന ബിരിയാണിയാണ് കേട്ടോ, അപ്പൊ അതിൽ കിട്ടിയൊരു പീസാണ് ഇത്. ഞാനിത് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു, കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഓണർ വന്നു, നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ലെഗ് പീസ് തന്നിട്ടുണ്ട്. സാധാരണ ചിക്കൻ ബിരിയാണി നമുക്ക് പീസ് കിട്ടാറുണ്ട്, ലെഗ് കിട്ടാറുണ്ട്. അപ്പൊ ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തതിന്റെ പുറത്ത് അവർ വന്നിട്ട് നമുക്കൊരു ലെഗ് പീസ് തന്നു. എന്തായാലും നല്ല കാര്യം. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള പരാതികളുണ്ടെങ്കിൽ തുറന്ന് പറയണം, മടിക്കരുത്. കാരണം നമ്മുടെ പോക്കറ്റിലെ പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് എല്ല് തന്നെ വേണ്ടിയിട്ടല്ല വരുന്നത്. ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ക്വാണ്ടിറ്റി വേണം ചിക്കന്. അല്ലാണ്ട് ഒരു കഷ്ണം എല്ല് വെട്ടി വെച്ചിട്ട് അത് വറുത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ തിന്ന് എഴുന്നേറ്റ് പോരേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. എന്തെങ്കിലും തുറന്ന് പറയാം, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. അപ്പൊ ഇവരെന്തായാലും നല്ല രീതിയിൽ സഹകരിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നല്ലൊരു ചിക്കൻ പീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നതായിരിക്കും.